Iqooടെ Iqoo U5 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Iqoo U5 എന്ന ഫോൺ ഇപ്പോൾ 10Aയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3C സർട്ടിഫിക്കേഷൻ സൈറ്റിലും ഈ ഒരു ഫോൺ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Iqoo U5 എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Iqoo U5ൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. മിക്കവാറും ഇതിൽ amoled ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് വരാനാണ് സാധ്യത. ഈ ഒരു ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. മിക്കവാറും 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വേണ്ടിയായിരിക്കും ഈ ഒരു ഫോൺ വരിക. ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നതായിരിക്കും. പക്ഷേ അത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയിരിക്കുമോ അതല്ലാന്നുണ്ടെങ്കിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 185 ഗ്രാം ആയിരിക്കും. അതുപോലെ തന്നെ തിക്നെസ് വരിക 8.25 mm ആയിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2.2 GHz ക്ലോക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. ഇത് mediatekൻ്റെ dimensity 810 എന്ന പ്രോസസ്സറായിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ Iqooടെ U5 സീരീസിൽ Iqoo U5 എന്ന ഫോൺ മാത്രമല്ല വരുന്നത്, Iqoo U5X എന്ന ഫോൺ വരുന്നുണ്ട്. അതിൽ തന്നെ 5G വെർഷനും 4G വെർഷനും വരുന്നുണ്ട്. 5G വെർഷനിൽ സ്നാപ്ഡ്രാഗൺ 480+ എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. അതുപോലെ തന്നെ 4G വെർഷനിൽ mediatekൻ്റെ Helio G88 എന്നുള്ള പ്രോസസ്സർ വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൻ്റെ 4GB റാം വെർഷനും 6GB റാം വെർഷനും അതുപോലെ തന്നെ 8GB റാം വെർഷനും വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ഇൻറ്റേർണലിൻ്റെ കാര്യത്തിൽ 128GB ഇൻറ്റേർണൽ അതുപോലെ തന്നെ 256GB ഇൻറ്റേർണൽ ഓപ്ഷൻസും വരുന്നതായിരിക്കും. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. ഇതിൽ മിക്കവാറും 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. രണ്ടാമത് ഒരു 2 മെഗാപിക്സൽ സെൻസറും വരുന്നതായിരിക്കും. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൽ വരാൻ ചാൻസ് ഇല്ല. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. പിന്നെ 4910 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. അപ്പോൾ ഇതൊക്കെയാണ് സ്പെസിഫിക്കേഷനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഈ ഫോൺ മിക്കവാറും ആദ്യം ചൈനയിലായിരിക്കും ലോഞ്ച് ചെയ്യുക. എന്തായാലും ഇപ്പം ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ചിലപ്പം ഇന്ത്യയിൽ പിന്നീട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. പിന്നെ ചിലപ്പം ഈ ഒരു ഫോൺ വേറൊരു പേരിലും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം Iqoo പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളിൽ അവർ അവരുടെ ഫോൺ ലോഞ്ച് ചെയ്യാറുണ്ട്. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Iqoo U5 എന്ന ഫോണിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പ്രൈസിംഗ് ആണ്. നല്ലൊരു പ്രൈസിങ്ങിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു ഫോൺ ഒരു 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഇല്ല, ജസ്റ്റ് നമ്മളൊരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ നിങ്ങൾ ഏത് പ്രൈസ് റേഞ്ചിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.